ഏതെങ്കിലും തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താറായിട്ടില്ല. എന്നാൽ ഒരു സാഹചര്യവും അദ്ദേഹം തള്ളിക്കളയുന്നുമില്ല. നാളെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി രാവിലെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമന്ത്രിയെ ഇതിനോടകം കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. 8 മരണം എന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിരീകരിച്ച വിവരമാണ് അദ്ദേഹം ഇപ്പോൾ LNJP ആശുപത്രിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിനപ്പുറം ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും എന്തിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു കാരണം അതിൻ്റെ സാഹചര്യങ്ങൾ തള്ളാനോ കൊള്ളാനോ ഘട്ടത്തിൽ കഴിയില്ല. അത് എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഈ ഫോറൻസിക് സയൻസ് ലാബിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ ആ മേഖലയിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കളെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അവർക്ക് ചില നിഗമനങ്ങളിൽ എത്താൻ കഴിഞ്ഞേക്കും എന്നുകൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് നിർണായകമായിരിക്കാം. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ വരും. അതുതന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. അവിടെ എന്ത് നടന്നു എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം ഒരു നിഗമനത്തിലെത്തുക എന്നതാണ്. അതുവരെ സാഹചര്യങ്ങളെല്ലാം ഓപ്പണാക്കി ഒരു പരിശോധന, എല്ലാ സാഹചര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുക, എല്ലാ ചോദ്യങ്ങളും ഉയർന്നു വരുന്ന ചോദ്യങ്ങളോടൊക്കെ ആ ഘട്ടത്തിൽ ഒരു അന്തിമ നിഗമനത്തിലെത്തുന്ന ഘട്ടത്തിൽ മറുപടി പറയാം എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ഈ സ്ഫോടനത്തിന് ശേഷം 2 തവണ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ 2 സമയവും ഏതെങ്കിലും തരത്തിലൊരു നിഗമനത്തിലെത്താൻ ആഭ്യന്തരമന്ത്രി തയ്യാറായിട്ടില്ല. അദ്ദേഹം അത് വരട്ടെ എന്നുള്ള നിലയിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി ഡൽഹിയിലേക്ക് വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, ഞാൻ ചോദിച്ചു തുടങ്ങിയത് CISF അവിടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്, NSG അവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്, ഡൽഹി പോലീസ് അവിടെ നേരത്തെ തന്നെ ഉണ്ട്, NIA ടീം അവിടെ എത്തിയിട്ടുണ്ട്, ഉത്തർപ്രദേശ് പോലീസിൻ്റെ ATS ഉണ്ട്, ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെൽ ജമ്മു കാശ്മീർ പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ അവിടെയുണ്ട്. അപ്പോൾ വിവിധ ഏജൻസികൾ, വിവിധ പോലീസ് സേനകൾ ഒക്കെ സംയുക്തമായി വളരെ ഏകോപനത്തോടെ നടക്കുന്ന പരിശോധനയാണ് പുരോഗമിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഈ ഘട്ടത്തിലും ഈ ഏജൻസികൾക്ക് കഴിയുന്നില്ല, അങ്ങനെ പറയാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, നേരത്തെ അമിത്ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സാധ്യതകളും, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ NSG കമാൻഡോ സംഘം അവരാണ് ഇപ്പോൾ വീണ്ടും അവരുടെ ഒരു അടുത്ത ടീം കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ, വിവിധ ഏജൻസികളെല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അമിത്ഷാ എത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഈ മേഖലകളിൽ ഒരുക്കിയിരിക്കുകയാണ്. UP ATS സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ NSG കമാൻഡോസിന്റെ 2ാമത്തെ ഒരു സംഘം കൂടി വരുന്നുണ്ട്. വിവിധ അന്വേഷണ ഏജൻസികൾ വരുന്നുണ്ട്. ഈ വാഹനത്തെ ചുറ്റി കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹ്യുണ്ടായ് i20 ഹരിയാന നമ്പർ പ്ലേറ്റ് ആണ് അതിലുള്ളത്. അതൊക്കെ ഉള്ളതാണോ വ്യാജമാണോ എന്ന് നമുക്കറിയില്ല. അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 3 പേരുണ്ടായിരുന്നു എന്നതാണ് ഈ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരാരാണ് എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. ഇതിൽ മരിച്ചവരിൽ ഈ വാഹനത്തിലുള്ളവരും സ്വാഭാവികമായും ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത. ആ വാഹനം ഏതാണ്ട് പൂർണ്ണമായും അഗ്നിക്കിരയായിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ അപകടം നടന്ന ഈ സ്ഫോടനം നടന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് നേരെ ഈ സ്ഫോടനം നടന്ന ആ മേഖലയിലേക്കാണ് ആഭ്യന്തരമന്ത്രി എത്തിയത്. ഡൽഹി പോലീസ് കമ്മീഷണർ, ഡൽഹി പോലീസ് ചീഫുണ്ട്, അതുപോലെ CISFിൻ്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. നേരത്തെ ആശുപത്രിയിൽ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തരമന്ത്രി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. എപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത്. അതിൽ സമഗ്രമായ, വളരെ വിശദമായ പരിശോധന ആവശ്യമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി ഈ മേഖലയിലുണ്ട്. ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിക്കുന്ന ആ ഭാഗത്താണ് ബൽറാം ഉള്ളത്. ബൽറാം, ആഭ്യന്തരമന്ത്രി അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാത്രി വൈകുമ്പോഴേക്കും ഡൽഹി എനിക്ക് തോന്നുന്നു പൂർണ്ണമായും സുരക്ഷാ സേനയുടെ വലയത്തിലായിട്ടുണ്ട് അല്ലേ?
വിജയകുമാർ, ഡൽഹി ഇപ്പോൾ തന്നെ ഏതാണ്ട് പൂർണ്ണമായും ഒരു സുരക്ഷാ വലയത്തിലായിട്ടുണ്ട്. അത് ഒരു സുരക്ഷാ വലയമല്ല, 3 ടയർ സുരക്ഷ ഡൽഹിയിൽ പ്രധാന ഇടങ്ങളിൽ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് സന്ദർശിക്കുകയാണ്. ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ച, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, DCP നിതിൻ വത്സൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഈ പ്രദേശത്ത് അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. സ്ഫോടനമുണ്ടായ കാർ അത് നിന്നിരുന്ന സ്ഥലത്താണ് ആഭ്യന്തരമന്ത്രി ആദ്യം എത്തിയത്. ഇപ്പോൾ അദ്ദേഹം വശങ്ങളിലായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഈ അന്വേഷണത്തിന്റെ പുരോഗതി, ആദ്യഘട്ടത്തിലുള്ള പുരോഗതി, പ്രാഥമികമായ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ്, എന്താണ് നിഗമനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഒരു ഇടത്താണ് സ്ഫോടനം ഉണ്ടായത് എന്നതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഏജൻസികൾ അത് തന്നെ ഈ സ്ഫോടനത്തെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം, NIA സംഘം, NSG സംഘം, ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ക്രൈംബ്രാഞ്ചും, ഇതുകൂടാതെയാണ് ഉത്തർപ്രദേശിന്റെ ATSഉം ജമ്മു കശ്മീർ പോലീസിന്റെ സംഘവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ പോലീസ് സംഘങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇത് 1 or 2 ഏജൻസികളല്ല, പൂർണ്ണമായും ഈ ഏജൻസികളെല്ലാം സംയുക്തമായൊരു അന്വേഷണമായിരിക്കും ഇതിൽ ഉണ്ടാകുക എന്നുള്ളത് വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.